സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ആദ്യത്തെ 3 മത്സരങ്ങളും കളിക്കും. പക്ഷേ അദ്ദേഹം ബാറ്റിങ്ങിൽ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് ഇറങ്ങാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അതായത് മുമ്പ് ജോസ് ബട്ട്ലർ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ആദ്യത്തെ ചില മത്സരങ്ങൾ അദ്ദേഹത്തിന് കയ്യിന് സെയിം പരിക്കായിരുന്നു. സഞ്ജുവിന് പറ്റിയ അതേ സെയിം പരിക്കായിരുന്നു. അദ്ദേഹം ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫീൽഡിലൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ആദ്യത്തെ 3 മത്സരവും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് അദ്ദേഹം ബാറ്റിങ്ങിൽ മാത്രമേ ഇറങ്ങുകയുള്ളൂ. ക്യാപ്റ്റൻസി റിയം പരാഗ് ആയിരിക്കും ആദ്യത്തെ 3 മത്സരങ്ങളിലും ലീഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആദ്യത്തെ 3 മത്സരങ്ങളിലും ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് ജയ്സ്വാളാണ്. അപ്പോൾ മേ ബി ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യ മത്സരം ക്യാപ്റ്റൻ ആയിട്ടുണ്ടാവില്ല, പക്ഷേ ഫീൽഡിൽ ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ബാറ്റിങ്ങിൽ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് ശിഖർ ധവാനൊക്കെ ഇങ്ങനെ തന്നെ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ബാറ്റിംഗ് ഞാൻ മുമ്പ് പറഞ്ഞുള്ളൂ, അദ്ദേഹത്തിന് BCCI NCAന്റെ ക്ലിയറൻസ് ബാറ്റിങ്ങിലുള്ള ഒരു ക്ലിയറൻസ്, അദ്ദേഹം ബാറ്റിംഗ് ചെയ്യാനുള്ള ഒരു ക്ലിയറൻസ് ആണ് NCA കൊടുത്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് കീപ്പിംഗ് നടത്താനോ ഫീൽഡിംഗ് നടത്താനുള്ള ക്ലിയറൻസ് ഒന്നും ഇതുവരെയായിട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അത് അതിലേക്ക് എത്തിയിടാൻ സമയമെടുക്കും. മൂന്ന് മത്സരത്തിന് ശേഷം 4ാമത്തെ മത്സരം തൊട്ട് അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ഉണ്ടാകും. അപ്പോൾ അതുവരേക്കും റിയം പരാഗ് കളിക്കും എന്നുള്ളതാണ്. ഏതായാലും വളരെ ഒരു എന്താ പറയുക, രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം ഹൈദരാബാദിനെതിരെയൊക്കെ സഞ്ജു നല്ല റെക്കോർഡിലാണ്. അപ്പോൾ ഏതായാലും ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു മികച്ച പ്രകടനം നമുക്ക് കാണട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.